ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ പറയാറില്ലേ വേണ്ടാത്ത കല്ല് മൂലക്കല്ലായെന്ന് എന്ന് പറയുന്നത് പോലെയാണ് എല്ലാവരും പരിഹാസത്തോടെയും പുച്ഛത്തോടെയും ഒരു കോമാളി കഥാപാത്രമായി മാത്രം കണ്ടിരുന്ന സന്തോഷ് പണ്ഡിറ്റിന്റെ വാക്കുകൾ ഇന്ന് കേരളം നെഞ്ചിലേറ്റുകയാണ്. ഇപ്പോ പുഴുവിന്റെ വിഷയവും ഉണ്ടയുടെ വിഷയവും ഭീഷ്മപർവത്തിന്റെ വിഷയവുമൊക്കെ വൈറലായി വികാരഭരിതരായി ജനങ്ങൾ രണ്ടു ഭാഗത്തും പ്രതികരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യന്റെ വാക്കുകൾക്ക് തീർച്ചയായിട്ടും കേരളം കാതോർത്ത് കാത്തിരിക്കും. നമസ്കാരം, സന്തോഷ് പണ്ഡിറ്റ് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു സിനിമാ വിവാദം ഉണ്ടായിട്ടുണ്ട്. അതായത് ഉണ്ട, പുഴു എന്നീ പറയുന്ന സിനിമകൾ മലയാളത്തിൽ മുമ്പ് റിലീസായതാണ്. അപ്പൊ അതിന്റെ തിരക്കഥാകൃത്തുമായി ബന്ധപ്പെട്ട ഒരു വിവാദമാണുള്ളത്. ഇങ്ങേര് വിവാദം ഉണ്ടാക്കുന്ന ആളുകൾ പറയുന്നതാണ് ഇങ്ങേര് അജണ്ടകൾ വെച്ചാണ് ഇയാളുടെ സ്ക്രിപ്റ്റ് പോകുന്നതെന്നും ഇയാളുടെ രണ്ട് സിനിമ അങ്ങനെയാണെന്നാണ് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത്. അതേസമയം അതിനെ ശക്തമായി എതിർത്ത് അതൊക്കെ ബൈ ചാൻസ് സംഭവിച്ചതാണ്. അതൊക്കെ ഒരു കലാകാരന്റെ ഒരു ആവിഷ്കാര സ്വതന്ത്രമായി കണക്കാക്കണം. അദ്ദേഹത്തിന് അത് ഒരു തെറ്റുമില്ല, അദ്ദേഹം ചെയ്ത് വളരെ ശരിയാണെന്ന് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നവരും പറയും. എനിവേ, നമുക്ക് ഈ വിഷയം ഒന്ന് ഡീറ്റെയിലായിട്ട് പഠിക്കാം. ഇനി നിങ്ങൾക്ക് ഒരു സംശയത്തിനിടം നൽകൂല. ഏത് വിഷയവും എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ പഠിക്കേണ്ട അതിന്റെ തുടക്കം മുതലുള്ള വിഷയം ഇങ്ങനെ പഠിച്ചു പോകണം. അപ്പോൾ അതിനൊരു കൃത്യത കിട്ടും. സപ്പോസ് ടേക്ക് എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു പോലീസ് ഓഫീസറാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഒരാളെ ഒരു കൊലപാതകം നടന്ന വീട്ടിൽ പോയിട്ട് ഞാൻ എൻ്റെ കേസ് അന്വേഷിക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ എന്താ നമ്മൾ ചെയ്യുക? ഈ മനുഷ്യൻ അവസാനമായിട്ട് ആർക്ക് ഫോൺ ചെയ്തു, ഇയാളുടെ ഭാര്യ എന്താണ് ആ സമയത്ത് പറയുന്നത്, ഇയാളുടെ അടുത്ത വീട്ടുകാർ ഇയാൾക്ക് പല ശത്രുക്കളുണ്ട്. ഇങ്ങനെയാണ് സാധാരണഗതിയിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ. സന്തോഷ് പണ്ഡിറ്റാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. ഞാൻ ഫസ്റ്റ് ചെയ്യാം. ഇപ്പോൾ മരിച്ചുപോയ 40 വയസ്സുള്ള ഒരാളെന്ന് വിചാരിച്ചോ. ഇയാൾ ജനിച്ച അന്ന് മുതൽ ഈ 40 വയസ്സ് വരെ ഇയാൾ ആരൊക്കെ പോയി, എവിടെയൊക്കെ, ഏതൊക്കെ സ്കൂളിൽ പഠിച്ചു, ഏതൊക്കെ കോളേജിൽ പഠിച്ചു, ഇയാൾക്ക് ആരൊക്കെ ഫ്രണ്ട്സ് ഉണ്ട്, ഇയാൾ എന്തെല്ലാം പ്രൊഫഷനാണ് സ്വീകരിച്ചിരിക്കുന്നത്, ആ സമയത്തൊക്കെ ഇയാൾക്ക് എന്തെല്ലാം ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കംപ്ലീറ്റ് പഠിച്ചതിന് ശേഷമാണ് ഇന്നലെ ഇയാൾ ആർക്ക് ഫോൺ ചെയ്തു, ഞാൻ ഫോൺ ചെയ്തു, ഇയാളും ഭാര്യയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള സംതിങ് ഇങ്ങനെ വരുള്ളൂ. അതുപോലെ ഈ സിനിമകളുടെ ഈ ഒരു തിരക്കഥാകൃത്ത് ഹർഷാദോ അങ്ങനെ എന്തോ ഈ തിരക്കഥാകൃത്തുമായി ബന്ധപ്പെട്ട ഇഷ്യൂ വരുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് പുറകോട്ട് പോകണം. അതായത് മലയാള സിനിമയ്ക്ക് 3 തരം മാഫിയ ഉണ്ടെന്ന് പറയുന്നു. ഞാൻ ആദ്യം പറയുന്നത് എനിക്ക് ഇതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഒന്നുമില്ല. ഞാൻ മനസ്സിലാക്കിയത് ഇവരെല്ലാവരും പറഞ്ഞത് ഒന്ന് ചേർത്ത് വെച്ച് നോക്കുക. മലയാള സിനിമയിൽ 3 തരം മാഫിയ. ഒന്ന് തിരുവനന്തപുരം മാഫിയ, ഒന്ന് എറണാകുളം മാഫിയ, ഒന്ന് ഈ മട്ടാഞ്ചേരി മാഫിയ. ഇങ്ങനെ 3 മാഫിയയാണ് മലയാള സിനിമയിലെ മാഫിയകൾ എന്ന് പറയുന്നത്. ഞാനൊക്കെ കോഴിക്കോട്ട് നിന്നാണ് വരുന്നത്. ഞങ്ങൾ ഈ മലബാർ ഏരിയക്കാർക്ക് കോഴിക്കോട് മാഫിയ, മലപ്പുറം മാഫിയ, കണ്ണൂർ മാഫിയ എന്നിട്ട് ആരും പറയാറില്ല. ഞങ്ങളെ ഭാഗ്യം അതാണ് നോക്കട്ടെ. ആരംഭകാലത്ത് നമ്മളെ സത്യൻ സാറായാലും പ്രേം നസീർ സാറായാലും അല്ലെങ്കിൽ ജയൻ സാറിനെ ഇവരൊന്നും കാലഘട്ടത്തിൽ ഇവിടെ ഒരു മാഫിയ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരു കുറച്ചുകൂടെ മുന്നോട്ട് വരുന്ന ഒരു 1990കളുടെ ആ സമയത്താണ് തിരുവനന്തപുരം മാഫിയ, എറണാകുളം മാഫിയ ഉണ്ടാകുന്നത്. അതിന് ഒരു കാരണം കുറച്ചുകൂടി ഈ സീരിയൽസ് എല്ലാം കൂടുതൽ ബേസ് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം ആയതുകൊണ്ട് അവർ പലപ്പോഴും തിരുവനന്തപുരം ബേസിലുള്ളവർക്ക് കൊടുക്കുന്നു എന്നൊക്കെയാണ് ഈ തിരുവനന്തപുരം മാഫിയക്കെതിരെ പറയുന്നത് എന്താവട്ടെ. കാരണം 90ന് ശേഷമാണ് കൂടുതൽ സീരിയൽസ് എല്ലാം വരാൻ തുടങ്ങിയത്. അതേസമയം എറണാകുളത്തെ ജനങ്ങൾക്ക് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ ഇവർ ഈ എറണാകുളം മാഫിയും വന്നുണ്ടായി. കുറച്ചുകൂടെ കഥാചിത്രങ്ങൾ സിനിമയുടെ സ്റ്റോറിയിലേക്ക് കിടക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കഥാചിത്രങ്ങൾ നമ്മളിപ്പോൾ ഓർത്തിരിക്കുന്ന നല്ല സിനിമകൾ വന്നത് പലപ്പോഴും തിരുവനന്തപുരം മാഫിയയിൽ നിന്നാണ്. മറിച്ച് കൂടുതൽ എന്റർടൈൻ ചെയ്യിക്കുന്ന കുറച്ച് മിമിക്രിക്കാർക്കൊക്കെ ഒരു ഇത് കൊടുക്കുന്ന രീതിയിലുള്ള സിനിമകൾ കൂടുതൽ വന്നിരിക്കുന്നത് എറണാകുളം മാഫിയാണ്. ഓക്കെ, ഈ 2 മാഫിയും ഇതാണ്. അതേസമയം 2013-14 കാലഘട്ടത്തിൽ വന്ന ഒരു മാഫിയാണ് ഈ മട്ടാഞ്ചേരി മാഫിയ. ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുമ്പോൾ അവർ ഒരു കൃത്യമായ അജണ്ട വെച്ച് സിനിമ ചെയ്യുന്നവരാണ്. അല്ലാതെ എന്റർടൈൻമെന്റിനെ അവർക്ക് മുടക്ക് മുതൽ തന്നെ തിരിച്ചിട്ടൊന്നുമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് മട്ടാഞ്ചേരി മാഫിയ അത് ശരിയാണെന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾ അവരുടെ സിനിമ ഇനി ഞാൻ പറഞ്ഞത് നിങ്ങൾ അവരുടെ പഴയ സിനിമകൾ കണ്ട് നിങ്ങൾ മനസ്സിലാക്കാം. എക്സാമ്പിൾ, ഇപ്പൊ മഹേഷിന്റെ പ്രതികാരം എന്ന് പറയുന്ന ഒരു സിനിമ. അപ്പൊ ഈ മട്ടാഞ്ചേരി മാഫിയ ചെയ്തിരിക്കുന്ന ഈ സിനിമയെ എടുത്ത് നോക്കാൻ നമുക്ക് മനസ്സിലാവും. അതിൽ സൗബിന്റെ ക്യാരക്ടർ പറയുന്നുണ്ട്, മോഹൻലാൽ എന്ന് പറയുന്ന മലയാളത്തിന്റെ ഇത്രയും പ്രതിഭയുള്ള നടൻ ഓൺലി നായർ, നമ്പൂതിരി ഇങ്ങനെയുള്ള ഹയർ കാസ്റ്റ് ക്യാരക്ടേഴ്സ് ചെയ്യാറുള്ളൂ. മറ്റുള്ള സിനിമ ഇത് ചെയ്യാറില്ല. മറ്റുള്ള ആളുകളെ അദ്ദേഹം ഒരിക്കലും അഭിനയിച്ചിട്ടില്ല. അദ്ദേഹം അഭിനയിച്ച എല്ലാ സിനിമകളിലും അദ്ദേഹം സവർണനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ പരിപാടി കാണുന്നവർക്ക് തന്നെ മനസ്സിലാവും മോഹൻലാൽ എന്ന് പറയുന്ന ആ മഹാനടൻ എല്ലാ തരം ക്യാരക്ടേഴ്സും ഇവൻ ആദിവാസിയായിട്ട് വരെ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതേസമയം അദ്ദേഹം ചെയ്തിരിക്കുന്ന ഇത്രയും സിനിമകളിലെ 4-5 സിനിമയുടെ റെഫറൻസ് മാത്രം എടുത്ത് അദ്ദേഹം ഒരു സവർണരുടെ ആളാണ്, അദ്ദേഹത്തെ ഇഷ്ടപ്പെടരുത് എന്ന് സൗബിന്റെ ക്യാരക്ടർ മഹേഷിന്റെ പ്രതികാരം എന്ന് പറയുന്ന സിനിമയിൽ പറയുന്നുണ്ട്. അതായത് മട്ടാഞ്ചേരി മാഫിയ ചെയ്യുന്ന സിനിമകൾ ശക്തമായി മോഹൻലാൽ എന്ന് പറയുന്ന നടനെയും അല്ലെങ്കിൽ ഉന്നമുണ്ടൻ, അതുപോലെ സുരേഷ് ഗോപി സാർ അങ്ങനെയുള്ള ആളുകളെ ശക്തമായി എതിർക്കുന്ന, അവരെ തീരെ ഇഷ്ടമില്ലാത്തൊരു വിഭാഗമാണ് ഈ മട്ടാഞ്ചേരി മാഫിയ. മട്ടാഞ്ചേരി മാഫിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മുതൽമുടക്ക് തിരിച്ചിട്ടൊന്നുമില്ല. കാരണം പല സിനിമകളും നമുക്കത് ഉറപ്പില്ല എന്നാലും പറയാൻ പറ്റും. പല സിനിമകളും വിദേശത്ത് നിന്നാണ് കണ്ടുവരുന്നത്.
മനസ്സിലായി? അപ്പൊ വിദേശ ഫണ്ടുകൾ കൊണ്ട് ചെയ്യുന്നുണ്ടല്ലോ, അവൻ കിട്ടിയാൽ കൊടുത്താൽ മതി, കിട്ടിയില്ലേ കുഴപ്പമില്ല. അവർക്ക് ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്കൂൾ കലോത്സവത്തിൽ സദ്യ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വാദം നമ്മൾ മുമ്പ് കേട്ടിരുന്നു. കേരളത്തിലെ നായർ അല്ലെങ്കിൽ നമ്പൂതിരി സമുദായത്തിനെ സുഖിപ്പിക്കുവാൻ വേണ്ടി അവരുടെ ഇടപെടൽ കൊണ്ട് കുട്ടികൾക്ക് വെറും വെജിറ്റേറിയൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു റെഡിമെയ്ഡ് വിവാദം നമ്മൾ കണ്ടിരുന്നു. ഇതിന്റെ എല്ലാം പിന്നിൽ മട്ടാഞ്ചേരി മാഫിയയാണോ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചിന്തിക്കാം. കാരണം അവർ വെറും സിനിമയിൽ മാത്രമല്ല, എല്ലാ രംഗത്തും പൊളിറ്റിക്സിൽ കളിക്കുന്നുണ്ട്, എല്ലായിടത്തും കളിക്കുന്നുണ്ട്. അപ്പൊ അവരെന്താണ്, അവർ ചില റിപ്പോർട്ടർമാർക്ക് പണം കൊടുത്ത്, കൈക്കൂലി കൊടുത്ത് ബുദ്ധിപൂർവ്വം ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കിയതാണോ? കാരണം അവർ ഉദ്ദേശിക്കുന്ന ചില മട്ടാഞ്ചേരി മാഫിയയിലെ ചില ആളുകൾക്ക് അവിടെ കൊട്ടേഷൻ കിട്ടണം, അവർക്ക് ചില്ലറ കിട്ടിക്കോട്ടെ. അപ്പൊ ഇങ്ങനെ സവർണ്ണൻ ആയതുകൊണ്ട് സവർണ്ണരെ എല്ലായിടത്തും അടിച്ചു പുറത്താക്കുക എന്നുള്ള ഒരു തിയറി പ്രകാരം അവർ കളിച്ചതാണോ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. എൻ്റെ അടുത്ത് പറഞ്ഞത് തെളിവില്ല. പക്ഷെ നിങ്ങൾ ഇതൊന്ന് കൂട്ടി വായിക്കുകയാണെങ്കിൽ മട്ടാഞ്ചേരി മാഫിയ എപ്പോഴും സിനിമയിൽ മാത്രം കളിക്കുന്നത് തെറ്റിദ്ധരിക്കരുത്, അവർ എല്ലാ രംഗത്തും കളിക്കുന്നു. ഇനി നമ്മുടെ ഇപ്പോഴത്തെ ഈ വിവാദത്തിലേക്ക് വരാം. അതായത് ഈ ഉണ്ട പുഴു എന്നീ സിനിമകൾ തിരക്കഥാകൃത്ത് ഈ വ്യക്തിയായിരുന്നു ഈ വാര്യം കുന്നൻ എന്ന് പറയുന്ന ഒരു സിനിമ സ്ക്രിപ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്. അദ്ദേഹമായിരുന്നു. നമ്മൾ ആ സിനിമയെ കുറിച്ച് കേട്ടിരുന്നു. പക്ഷെ കുറച്ച് പേര് ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ആ സിനിമ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഫോറിന് അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് അവർക്ക് ഫണ്ട് ചെയ്യാന്ന് പറഞ്ഞ ആളത് ഒഴിയാണ് ഉണ്ടായെന്ന് തോന്നുന്നു. കാരണം അതിൽ കൂടുതൽ അന്വേഷണമൊക്കെ വന്നു കഴിഞ്ഞാൽ പണം ഇന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകുമെന്ന് കരുതിയിട്ടാണോ, ഇനി അതല്ല സ്വാഭാവികമായിട്ടും ഓക്കെ ചിലർ എതിർത്തല്ല, ഞാനും വേദനിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാണോ എന്ന് വിചാരിച്ച് അവർ ആ സിനിമ ഒഴിവാക്കിയതാണ്. അപ്പോൾ വാര്യകുന്നൻ പോലുള്ള ഒരു ആളെ ഒരു സ്റ്റോറി പറയണം എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഈ തിരക്കഥാകൃത്ത്. അപ്പൊ അദ്ദേഹത്തിന്റെ റെഫറൻസ് നമുക്ക് കിട്ടണം. അപ്പൊ ഇപ്പോൾ ഇദ്ദേഹം ഒരു സദസ്സിൽ പറഞ്ഞ ഒരു കുറച്ച് വാക്കുകളൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയ ഭയങ്കര വൈറലാണ്. പറഞ്ഞിരിക്കുന്നത് അതായത് 2014 ഇപ്പോൾ കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വരുമ്പോൾ ഇദ്ദേഹം പറയുന്നത് അത് സാധാരണ രീതിയിൽ വന്നതല്ല, അതിന്റെ പിന്നെ കറക്റ്റ് തട്ടിപ്പൊക്കെയുണ്ട് എന്നൊക്കെയാണ് ഇങ്ങനെ പറയുന്നത്. അതായത് EVM മൊത്തമായി ഹാക്ക് ചെയ്യുന്നു ഇന്ത്യയിൽ, എന്നിട്ട് അങ്ങനെ അവരിങ്ങനെ സംതിങ് ചെയ്തിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമയിലൂടെ, അദ്ദേഹത്തിന്റെ ഉണ്ട എന്ന സിനിമയിലൂടെ അദ്ദേഹം ഈ EVM ഹാക്കിനെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അത് പിടിക്കപ്പെട്ടു, അവർക്ക് തടവ് കിട്ടിയെന്നൊക്കെ പറയുന്നു. ഇങ്ങനത്തെ ന്യൂസൊന്നും നമ്മൾ ആരും കേട്ടിട്ടില്ല, ഇദ്ദേഹം മാത്രം കേട്ട ന്യൂസാണ്. മാത്രമല്ല 2014 നമുക്കൊരു അല്പം ഒന്ന് ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ട് കോൺഗ്രസ് മിനിസ്ട്രി ഉള്ള സമയത്താണ് കേന്ദ്രത്തിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ BJP സർക്കാർ ഇങ്ങനെ ചെയ്തു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവരെ സർക്കാർ പോലും അവരതല്ല, സർക്കാരാണെങ്കിൽ തന്നെ ഇതൊന്നും പ്രായോഗികമല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകും. തെളിവില്ല അദ്ദേഹം പറയുന്ന ഒരു കാര്യത്തിന്. പക്ഷെ അദ്ദേഹം വളരെ ആധികാരികമായിട്ടാണ് സദസ്സിൽ പറഞ്ഞിരിക്കുന്നതാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഉണ്ട എന്ന് പറയുന്ന സിനിമയിലും നക്സലുകൾ വളരെ നല്ല ആളുകളാണ്, വളരെ മഹാന്മാരായ ആളുകളാണ് എന്ന രീതിയിലാണ് പറയുന്നത്. ഓക്കെ, അതെന്തോട്ടെ, അതൊക്കെ കലാകാരന്റെ സ്വാതന്ത്ര്യം എന്ന രീതിയിൽ എടുക്കാം. അപ്പൊ ഈ തിരുവനന്തപുരം ഉറപ്പില്ല, എന്തായാലും വിഷയമുണ്ട് ഇവിടെ. കലാകാരന്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് ഒരുപാട് ചരിത്ര സത്യങ്ങളെ വളച്ചൊടിച്ചതൊക്കെ കേരളക്കര ക്ഷമിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. ഒരുപാട് സത്യങ്ങളെ വളച്ചൊടിക്കപ്പെട്ടു. നമ്മള് മലബാർ കലാപവും മാപ്പിള ലഹളയും ഒന്നും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നമ്മുടെ പുസ്തകത്തിലൂടെ പഠിച്ചതൊന്നും. ഒരുപാട് വളച്ചൊടിക്കപ്പെട്ട ചരിത്രങ്ങൾ പഠിച്ചവരാണ് നമ്മൾ. എത്രയോ ദുഷ്ട കഥാപാത്രങ്ങളെ വെള്ളപൂശിയത് നമ്മൾ കണ്ടു. ടിപ്പു സുൽത്താനെ പോലെ. ടിപ്പുവിനെ മൈസൂർ കടുവ എന്ന ആദരവോടെ വിളിച്ച് പഠിച്ചതാണ് നമ്മുടെയൊക്കെ ചരിത്ര ക്ലാസ്സുകൾ. കേരള സ്റ്റോറി എന്ന സിനിമ വന്നപ്പോഴുണ്ടായ എതിർപ്പ് ആലോചിക്കണം. ഏതെങ്കിലും ഹിന്ദുക്കളെയോ ക്രിസ്ത്യാനികളെയോ ആക്ഷേപിച്ചപ്പോഴുണ്ടായിട്ടില്ല. പക്ഷെ ഹിന്ദുക്കളെ പ്രകോപിപ്പിച്ച് എന്തായിരുന്നാലും ഒരു പരിധി വരെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അവര് പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രതികരിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിലും ശരി, എത്രയോ കാലമായി നമ്മൾ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്നു. വാമനനെ പറ്റി മഹാബലി അസുരനായതുകൊണ്ട് ദേവനെന്ന ദുഷ്ടനെന്ന് പറയാതെ, എന്തോ അസുരനായാലും ദേവനായാലും ഓരോ തലമുറയും പഠിക്കുന്നത് മഹാബലിയെ കുറിച്ചും വാമനനെ കുറിച്ചും എന്താണ് എന്ന് ചിന്തിച്ചാൽ മതി. ശരിക്ക് ആരായിരുന്നു അഹങ്കാരി? നമുക്ക് അതേപോലെ തന്നെ ഒരുപാട് ചരിത്രകാരന്മാർ, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ കുറിച്ച് നമ്മൾ എന്താണ് പഠിച്ചത്? നമ്മൾ എന്താണ് ചരിത്ര പുസ്തകങ്ങളിൽ നിന്നും വായിച്ചത്? പക്ഷേ യാഥാർത്ഥ്യം എന്തായിരുന്നു? ഇസ്ലാം മതവികാരം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് വ്രണപ്പെടുന്നതാണ്. ആവശ്യത്തിന് പണവും പോപ്പുലാരിറ്റിയും കുറച്ച് പിന്തുണയും കയ്യിൽ വരുമ്പോൾ ഉണ്ടാകുന്നതാണോ ഇതൊക്കെ? അല്ല. നമ്മൾ കുറച്ചുകൂടി അംഗബലമാകുമ്പോൾ വേണം നമുക്ക് ഈ നാടു പിടിച്ചടക്കാൻ. രാജ്യം ലക്ഷ്യം വെച്ചിട്ടുള്ള കളിയാണിത്. അതല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു വിഷയവും ഇതിനകത്തില്ല. എന്തായിരുന്നാലും സന്തോഷ് പണ്ഡിറ്റ് എന്ന വ്യക്തി അദ്ദേഹത്തിന് അറിയുന്ന, അദ്ദേഹത്തിന്റെ അറിവിൽപ്പെട്ട ചില യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ
തീർച്ചയായിട്ടും വെട്ടുകിളി ഫാൻസിന്റെ ആക്രമണങ്ങൾ ഉണ്ടാകും. പക്ഷെ ഇതൊക്കെ സന്തോഷ് പണ്ഡിറ്റിന് പുത്തരിയല്ല. അദ്ദേഹം ഇതൊക്കെ കഴിഞ്ഞു വന്ന ആളാണ്. അദ്ദേഹം ഇതിനൊന്നും മറുപടിയല്ല പറയുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി നമ്മുടെ നാടിന്റെ പോക്ക് എന്താണ് എന്ന് അദ്ദേഹം കൃത്യമായി ചിലരെയെങ്കിലും ബോധ്യപ്പെടുത്തുകയാണ്. ഒരു കൂട്ടം മന്ദബുദ്ധികളായ, ബുദ്ധിക്കു മണ്ടരി ബാധിച്ച ആളുകൾ സന്തോഷ് പണ്ഡിറ്റിനെ കളിയാക്കി വളരെ കൃത്യമായി എപ്പോഴും മർമ്മപ്രധാനമായ വിഷയങ്ങളാണ് അദ്ദേഹം അവതരിപ്പിച്ചതെല്ലാം. എവിടെയാണ് അയാൾ മണ്ടനായത്? അയാളെ ഇന്റർവ്യൂ ചെയ്യാൻ കൊണ്ടുവന്ന ആൾക്കാർ വിഡ്ഢികളായി മാറുന്നത് നമ്മൾ കണ്ടില്ലേ? ഒരു പേന കൊടുത്താലും നിങ്ങളത് എന്തിനാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു പേന കൊടുക്കുമ്പോൾ 100 പേന കൊടുക്കാൻ സ്പോൺസർഷിപ്പ് ആ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ ഞാൻ അത് ഇടുന്നത് കൊണ്ട് എന്താണ് തെറ്റ് എന്നാ ചോദിച്ചത്. മറ്റൊരിക്കല് ആരോടാണെന്ന് എനിക്ക് ഓർമ്മയില്ല, അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിച്ചെല്ല്, ഒരു പോസ്റ്റ് ഇടും, ഒരു വീഡിയോ ഇടും, രക്ഷപ്പെട്ടു പോകും. ഓരോ കമന്റിനും അവരുമായി ഇന്ററാക്ട് ചെയ്ത് അവരോട് മറുപടി പറഞ്ഞ് അവരോട് സംവദിച്ചു നിൽക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് പ്രേക്ഷകരുടെ പൾസ് എന്താണ് എന്ന് എനിക്കറിയാം എന്നാണ് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞത്. കൃത്യമായി അനുവാചകരുടെ ആവേശം എന്താണ് എന്ന് മനസ്സിലാക്കി പ്രതികരിക്കാൻ പലപ്പോഴും കഴിഞ്ഞിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് സന്തോഷ് പണ്ഡിറ്റ്. അദ്ദേഹം വിവരദോഷിയല്ല. അദ്ദേഹത്തെ വിവരമില്ല എന്ന് പറഞ്ഞ് കോമാളിയാക്കുന്ന ആളുകളുടെ വിവരത്തിനാണ് കുഴപ്പമുള്ളത്. ശരി, അദ്ദേഹം പറഞ്ഞു തീർന്നിട്ടില്ല, വളരെ ലേശം കൂടിയുണ്ട്. മാഫിയയും യഥാർത്ഥത്തിൽ ഒരു അജണ്ട സെറ്റ് ചെയ്ത് സിനിമ എടുത്തവരല്ല, ഇതൊരു സത്യമാണ്. പക്ഷെ മട്ടാഞ്ചേരി മാഫിയ അങ്ങനെയല്ല. അവർ നായർ, നമ്പൂതിരി, അങ്ങനെ ഹയർ കാസ്റ്റ് ഉള്ള ആളുകളെ കറക്റ്റ് ടാർഗറ്റ് ചെയ്ത് അവരുടെ എല്ലാ സിനിമയിലും ഇവരായിരിക്കും വില്ലന്മാർ. അപ്പൊ ഇനി നിങ്ങൾ ഈ പരിപാടി കാണുന്ന ആളോട് എനിക്ക് പറയണം, നിങ്ങളൊന്ന് ബാക്കോട്ട് പോവുക. അതായത് 2014 ശേഷം മലയാളത്തിൽ ഇറങ്ങിയ നിങ്ങൾ കണ്ട് കൈയടിച്ച സിനിമകൾ വരെ എടുക്കുക. അതിൽ വില്ലന്മാർ ആരായിരുന്നു, അവരുടെ മതം നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അത് കണ്ടിന്യൂസ് അത് ആര് ചെയ്തു, അത് മട്ടാഞ്ചേരി മാഫിയുടെ സിനിമയാണോ എന്ന് അറിയാൻ ഇനിയും നിങ്ങൾ കാണാൻ പോകുന്ന സിനിമകൾ എടുക്കുക. അതിലെ വില്ലന്മാരുടെ മതവും ജാതിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യം മനസ്സിലാവും ഇവരുടെ അജണ്ട എന്ത്. മാത്രമല്ല ഈ പറയുന്ന നിർമ്മാതാക്കളല്ല ഇതിന്റെ ശരിക്കുള്ള നിർമ്മാതാവ് എന്നുള്ള ഒരൊറ്റ തെളിവ് ഞാൻ തരാം. ഈ അടുത്ത കാലത്ത് സൂപ്പർ ഹിറ്റ് ആയ സിനിമയുടെ പേര് ഞാൻ പറയുന്നില്ല, പുറത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ABCD ആണ്. പക്ഷേ നിങ്ങളൊക്കെ ന്യൂസ് വായിച്ചിട്ടുണ്ടാവും, വേറെ ഒരാൾ ഇവർക്കെതിരെ കേസ് ഫയൽ ചെയ്തു, എനിക്ക് പൈസ തരുന്നില്ല, ഞാനാണ് ഇതിൽ പൈസ മുടക്കിയത്, എനിക്ക് പൈസ തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പടം സൂപ്പർ ഹിറ്റ് ആയപ്പോൾ ഈ പൈസ മുടക്കിയ വ്യക്തി ഈ സൂപ്പർ ഹിറ്റ് സിനിമയുടെ ആളുകൾക്കെതിരെ പരാതി കൊടുക്കുക. ആ സിനിമ പിന്നെ OTT ഇതിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിയിരുന്നു. ഈ ന്യൂസ് നമ്മൾ വായിച്ചു. പക്ഷെ പുറമെ പറഞ്ഞത് ABCD ആണ്. പക്ഷെ ഇപ്പൊ കേസ് ഫയൽ ചെയ്യുമ്പോൾ അവർ എഗ്രിമെന്റ് വന്നിരിക്കുന്നത് വേറെ ആളുമായിട്ടാണ്. കണ്ടോ, മട്ടാഞ്ചേരി മാഫിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭൂരിഭാഗം സിനിമകളും ഫണ്ട്. എന്തായിരുന്നാലും ഈ ഒരു വിഷയം വൈറലായതോടെ സിനിമയ്ക്ക് പിന്നിലും നമ്മളുടെ കരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും നമ്മൾ ആധിപത്യം സ്ഥാപിച്ചു തുടങ്ങിയെന്നും കുറച്ചാളുകൾക്കെങ്കിലും മനസ്സിലായല്ലോ. നന്ദി.